സോഷ്യൽ മീഡിയയിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും കലാപങ്ങളും, അതായത് ഭീകര ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ആഘോഷിക്കുകയാണ്. ഞാനിത് പ്രത്യേകിച്ച് ആരുടെയും പേരെടുക്കുന്നില്ല. മലയാളത്തിലെ ഒരു മഹാനടൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലൊരു ആശുപത്രിയിലാണ് സോ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. സോ ഹൊറിബിൾ. അതുമായി ചേർത്ത് വെച്ച് സോഷ്യൽ മീഡിയയെ കോട്ട് ചെയ്ത് വീഡിയോകൾ ഉണ്ടാക്കുന്നു. ഞാൻ ആരെയും പറയുന്നില്ല, ആരൊക്കെ ചെയ്തു, ഇതൊക്കെ നിങ്ങളാണ് സ്വയമേ തീരുമാനിക്കേണ്ടത്. അതായത് നമ്മളുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് വളരെ കീപ്പോട്ട് പോയി. ഇതെങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ലോസ് ഏഞ്ചലസിൽ തീ പിടിച്ചു, പറയുന്നത് ദുരന്തമാണ്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമാണ്. അത് ആഘോഷിക്കുന്നു, വലിയ രീതിയിൽ ആഘോഷിക്കുന്നു, ഇമോജി ഇട്ട് ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞ് ഈ സൗദി അറേബ്യയിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടു ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഹീറ്റ് വേവുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് ആരെങ്കിലും ഇമോജി ഇട്ട് ആഘോഷിച്ച്? ആരും ചെയ്യുന്നില്ല. ഇന്ന് തിരിച്ചിപ്പുറത്തെ മഹാനടന്റെ പേരും പറഞ്ഞ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, ഫസ്റ്റ് സ്റ്റേജാന്ന് പറയുന്നു, അത് ആഘോഷിക്കുന്നു. സോ ഹൊറിബിൾ. മനസ്സിലാക്കുക, ദുരന്തം, കലാപം, അസുഖം ഇതൊക്കെ ആർക്കും വരാം, എപ്പോഴും വരാം. ഇന്നയാൾക്ക് വരണമെന്നൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് എന്തും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സംഭവമൊക്കെ അറിയാം, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നേ. അതേപോലെ സോഷ്യൽ മീഡിയ കോട്ട് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്നു. അവരുടെ കുടുംബം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അങ്ങനാണെങ്കിൽ തന്നെയും കുടുംബം അത് പറയത്തില്ല, ഫാമിലി അത് പറയത്തില്ല. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുമല്ലോ, നിങ്ങൾക്കൊക്കെ എന്നേക്കാളിൽ വലിയ വിവരവും ജ്ഞാനവും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ഇതൊരു തെറ്റായ രീതിയാണ്. ഇതൊരു മീഡിയ സംഭവമേ അല്ല. ഇത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ താഴോട്ട് പോകാൻ എത്രമാത്രം സാധിക്കുമോ അത്രമാത്രം താപ്പോട്ട് പോകും. അപ്പം അങ്ങനെ ഉണ്ടായെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ കൂടെ ചേർന്ന് അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. മനസ്സിലാക്കുക, എല്ലാവർക്കും ഇതുണ്ടാകാം. ഈ പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകാം, ചൂരൽമല ഉണ്ടാകാം, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്താണ്. ഈ ലോകത്ത് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനുഷ്യനായി മാറുന്നത്. ഇപ്പം നല്ല മനുഷ്യൻ, മോശമായ മനുഷ്യൻ എന്ന രീതി മാറ്റിവെക്കാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല മനുഷ്യരാണ്. അതിൽ നിന്നും കുറച്ച് പേര് മോശപ്പെട്ടവരായി മാറുന്നു. അവരുടെ പല താല്പര്യങ്ങളുണ്ട്, അവർക്ക് പല ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് അവർക്ക് എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്, വ്യൂവേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, പല കാര്യങ്ങളും പല ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്, ബോട്ടം ലൈനുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു മനുഷ്യനാണ്, ഐ എം എ ലവബിൾ പേഴ്സൺ, എനിക്ക് കമ്പാഷനുണ്ട്, ആൾക്കാരോട് സഹതാപമുണ്ട്, ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. ഇതിലൊക്കെ നിലനിൽക്കട്ടെ. അല്ലാതെ ഇതുമായിട്ട് ചേർത്ത് ഇതിനെ പടച്ചു വെച്ച് ഇതാണ് മീഡിയ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നോൺസെൻസ്. ഇതൊന്നും മീഡിയ സംഭവമൊന്നുമല്ല. ഒരിക്കലും ഇത് മീഡിയയുമായിട്ട് കണക്ക് കൂട്ടരുത്. ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതൊക്കെ തെറ്റായ പരിപാടിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞ് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ലോസ് ഏഞ്ചലസിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്തു. അന്ന് ഈ സൗദി അറേബ്യയിൽ ഇത്രയും ആൾക്കാർ മരിച്ചവർ മുഴുവൻ മുസ്ലിങ്ങൾ. ഈ ലോസ് ഏഞ്ചലസിൽ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെയുള്ള കൂതറകൾക്കൊന്നും അറിയത്തില്ല, ഇമോജി ഇട്ട് ആഘോഷിച്ച സമയത്ത് അതിൻ്റെ അകത്ത് എത്രയോ മുസ്ലിങ്ങളാണ് മരിച്ചു പോയത്. ചുമ്മാ വെളിവില്ലാതെ ഇങ്ങനെ അങ്ങ് ആഘോഷിക്കൂ. ഇപ്പോൾ കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ല. ഭീകരവാദികൾ അവരെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതിനെ കൗണ്ടർ ചെയ്ത് മറ്റൊരു സംഭവമുണ്ട്, അതിനെ കൗണ്ടർ ചെയ്ത് അത് അമേരിക്കയുമായിട്ട് കൗണ്ടർ ചെയ്യുന്നു. നോൺസെൻസ്.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതി ചിന്തിക്കാൻ പറ്റും? ആദ്യം മനസ്സിലാക്കുക, നമ്മൾ മനുഷ്യനാണ്. ഈ പറയുന്ന മഹാനടനും മനുഷ്യനാണ്, അവരുടെ ബന്ധുക്കളും മനുഷ്യനാണ്. എത്രയോ ആൾക്കാർ ഇവരുടെ ഫാനുകളുണ്ട്, ഇവരെ അറിയുന്നവരുണ്ട്, ഇവരുടെ സിനിമ കാണുന്നവരുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം ഡൽഹിയിലോട്ട് ഞാനീ പോയി ജേർണലിസ്റ്റ് ആകാനുള്ള എൻ്റെ പ്രധാനപ്പെട്ട എനിക്ക് ആദ്യത്തെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി മൂവിയാണ്. അതിനകത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്, വിശ്വനാഥ്. അത് ഹീറോ അല്ല, ആൻറ്റി ഹീറോ കഥാപാത്രമാണ്. GK എന്ന് പറഞ്ഞ കഥാപാത്രം ജേർണലിസ്റ്റായിട്ടാണ് വരുന്നത്, ഒരു കാർട്ടൂണിസ്റ്റായിട്ട് പിന്നീട് എഡിറ്റോറിയലായിട്ട് മാറുകയാണ്. അപ്പോൾ ഹീറോ അല്ല, ആൻറ്റി ഹീറോയാണ്. പക്ഷേ അവിടെ പകരം ചോദിക്കുകയാണ് ഓരോന്നിനായിട്ട്. പിന്നെ ഇൻസ്പയർ ചെയ്ത സംഭവം ആ സംഭവം. അപ്പം അത് വലിയ മഹാനടൻ തന്നെയാണ്. കാരണം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ആ നടൻ്റെ അഭിനയം, ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തവരും അത് ക്രിയേറ്റ് ചെയ്തവരും എൻ്റെ ലൈഫിലൊരു ഭാഗമാണ്. അതേപോലെ എല്ലാവരുടെയും ലൈഫിൽ പല മൂവീസ് ആണെങ്കിലും പലതും പലരുടെ ഭാഗ്യം ഇതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ജാതിയോ മതമോ അങ്ങനൊന്നുമില്ല. മറ്റൊരു കോമ്പറ്റീറ്റർ അയാളുടെ സംഭവം ഇതുമായിട്ട് ക്ലബ് ചെയ്യരുത്. സോ ഐ ബിലീവ് ഈസ് എ ജെന്റിൽമാൻ, ഈസ് 100% എ ജെന്റിൽമാൻ. അപ്പോൾ അവരുടെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞു. അതായത് വളരെ റംസാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെക്കേഷനിലാണ്, വളരെ വെരി സൂൺ ദേ വിൽ കം ബാക്ക്. അപ്പോൾ ഫാമിലി തിരിച്ചും പറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, സ്ഥിതി അങ്ങനെ. അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ പറ്റി പല രീതിയിൽ മനസ്സിലാക്കണം. നമ്മുടെ പ്രതിഭ MLA അവരുടെ മകനെ പറ്റി ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ മകൻ തെറ്റ് കാണിച്ചു, അത് അവർക്ക് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ഒരു അമ്മ എന്ന നിലയിൽ പ്രതിഭ എന്താണ് പറഞ്ഞത്? അവർ കരയുന്നു. കാരണം അവർ സിംഗിൾ പാരൻ്റാണ്, ആ മകനെ വളർത്തിയത്. അവർക്ക് ആ സമയത്ത് ഒരു അമ്മയ്ക്ക് ആ സമയത്ത് എന്ത് തോന്നും? അതുകൊണ്ടാണ് ഞാൻ അവരെ അത് സപ്പോർട്ട് ചെയ്തത്. എന്നും പറയാം, ചെറുക്കനെ ഞാൻ വെള്ള പൂശാനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. അവരുടെ കാരണം മറ്റൊരു നേതാവ്, ട്രിവാൻഡ്രത്തുള്ള നേതാവ് മകനെ പിടിച്ചു കഴിയുമ്പോഴും മകനെ തള്ളിപ്പറഞ്ഞു. അത് ഈ പറയുന്ന പ്രസവിച്ച അമ്മയും അതായത് അപ്പനും ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പ്രതിഭയുടെ മകനാണിത്, അച്ഛനല്ല. രണ്ട് വലിയ വ്യത്യാസമുണ്ട്. ഭയങ്കര അഫെക്ഷൻ, പൊക്കിൾ കൂടി ബന്ധം എന്നൊക്കെ പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള അമ്മ അങ്ങനെയാണ് ഇത് കാണുന്നത്. ഞാനതുമായിട്ട് കമ്പയർ ചെയ്യുമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതിഭയുടെ ഭാഗത്ത് ഞാൻ നിന്നത്. ഇവിടെ ഈ നാടകവുമായി ബന്ധപ്പെട്ട് ഈ നടക്കുന്ന കോലാഹലങ്ങൾ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതായത് ഇനി എൻ്റെ ഈ വീഡിയോ ഇത് കേൾക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ശരിയാണ് അല്ലയോ. ചില ആൾക്കാർ ഇത് ആരും മറ്റുള്ള മീഡിയ ഒന്നും തുറന്നു പറയുന്നില്ല, അതുകൊണ്ടാണ്. നോൺസെൻസ്, നോൺസെൻസ് ആണ് ബേസിക്കലി. ഇത് ടു മച്ച് ഫാമിലി അഫേഴ്സാണ്. അത് ഉറപ്പായിട്ടും പബ്ലിക്കിൻ്റെ അത് സ്റ്റാർഡമാണ്. പക്ഷെ അതൊക്കെ അറിയാനൊരു സമയമുണ്ട്, ആ സമയത്ത് അറിഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുക. ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുലർത്തി പോകുന്ന ചില ഡിസിപ്ലിനും മര്യാദയുണ്ട്. ചില കാര്യങ്ങളൊന്നും അതിൻ്റെ ടച്ച് പോലും ചെയ്യത്തില്ല. കാരണം എങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും? അവരുടെ ഫാമിലി അഫേഴ്സ് ഭയങ്കര ഇമോഷണൽ ഇഷ്യൂവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഇൻഡിവിജ്വൽ കാര്യങ്ങളൊന്നും കയറി കൈകടത്താൻ പോകത്തില്ല. ആ സിസ്റ്റത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. മറ്റേ ആ കുട്ടികളുടെ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇത് സിസ്റ്റമാണ് ബേസിക്കലി ഇഷ്യൂ ഉണ്ടാകുക. അതേപോലെ മീഡിയയ്ക്ക് അത് ഏറ്റവും വലിയ സിസ്റ്റമാണ്. ഇതേപോലെ വൃത്തികെട്ട സിസ്റ്റം, മസാലകൾ അടിച്ചു വിടുക, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മസാലയൊക്കെ കൂട്ടിച്ചേർത്ത് അടിച്ചങ്ങ് വിടുക. സോ ഹൊറബിൾ. ഞാൻ ആരെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ വളരെ ദുഃഖമായിട്ട് തോന്നും. കാരണം ഡെലിബറേറ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്ത് വേറെ കഥയിൽ കൂടെ വന്നിട്ട് ഇന്ന് മറ്റുള്ളവരെല്ലാം കൂടെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ മുഴുവനും അത് വലിയ ആഘോഷമാക്കി മാറ്റും.
ട്രാജഡിയും അസുഖവും മരണവും കലാപവും ടെററിസവും ഇതൊക്കെ ആഘോഷിക്കുന്നവരെ നിങ്ങൾ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഈ ലോകത്തിന് പോലും കൊള്ളാത്തവരാണ് ഉറപ്പായിട്ട്. ഉമ്മൻചാണ്ടിയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മോശമായ കഥകളാണ് വന്നത്. ഇത് എത്ര അഹീനമായ കഥ. ആ സമയത്തൊക്കെ ഇതിൽ ഭയങ്കര മസാലയായിട്ട് കൊണ്ടു നടത്തും. സോ ഹോറബിൾ. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഹ്യൂമനായിട്ട്. ഇതെല്ലാം മാറ്റി വെച്ചാൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പറയുകയാണ്. ഈ അസുഖവുമായി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ ആണെങ്കിൽ എനിക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്. അതായത് എനിക്കറിയാവുന്ന പലരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇവർ പോയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേം ഇസ്രായേലിലുള്ള ഷേബ മെഡിക്കൽ സെൻ്റർ. അപ്പോൾ അവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 95% സക്സസ് റേറ്റാണ്. വലിയ ചിലവൊന്നുമില്ല. കാരണം ഒരു പുതിയ ടെക്നോളജി അനുസരിച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ മാറ്റും. അതായത് ഇതുമായിട്ട് യാതൊരു സംഭവം അത് പൂർണ്ണമായിട്ട് ഹീല് ചെയ്യുന്നു. അതിൻ്റെ റേറ്റിങ്ങും വളരെ ഹൈ. അപ്പം ഇങ്ങനെ അസുഖമായിട്ടുള്ളവരിങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ ഉള്ളവർ കാരണം കുറച്ച് സാമ്പത്തികവും വേണം. ഇന്ത്യയുടെ അത്രയൊക്കെ റേറ്റാണ് നമ്മുടെ ഉള്ളത്. ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഷേബ മെഡിക്കൽ സെൻ്ററാണ് ഏറ്റവും നല്ലത്. കാരണം അതിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. മറ്റുള്ളതിനകത്ത് ഹ്യൂജായിട്ടുള്ള ഇത്രയും പണവും സ്പെൻഡിങ്ങും അതും എല്ലാം കഴിഞ്ഞിട്ട് വളരെയധികം അൺസർട്ടനിറ്റി ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മിഡിൽ ഈസ്റ്റ് 1-2 റോയൽ ഫാമിലിയിലെ ആൾക്കാരോടെ പോയതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന. കാരണം ആ സമയത്ത് ഞാനവിടെ ഇസ്രായേലിലുള്ള സമയത്താണ് അവർ വന്നത്. അപ്പോൾ പേരൊന്നും ഞാൻ പറയാൻ തെറ്റാ. കാരണം ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം. അമേരിക്കയിലുള്ള പല പ്രഗത്ഭന്മാർ പണമുള്ളവരും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതേപോലെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിട്ട് പോലും അവർ പോലും പോകുന്ന ഈ ഷേബ മെഡിക്കൽ സെൻ്ററിൻ്റെ. കാരണം ഇന്നോവേറ്റീവായ രീതിയിലാണ് അവർ ഓരോ കാര്യവും ചെയ്യുന്നത്. എൻ്റെ അത് ഏകദേശം 10 വർഷം മുമ്പ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതനുസരിച്ചുള്ള ഡയഗ്നോസിസും പരിപാടിയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം എൻ്റെ ഒരു സജഷനാണ് ഞാൻ ഈ നടൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. ആർക്കും ഇപ്പം പോവുകയാണെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ ഷേബ മെഡിക്കൽ സെൻ്റർ ജെറുസലേമാണ്. 100% ഹൈലി പ്രൊഫഷണലാണ്, ഇന്നോവേറ്റീവാണ്, 100% റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അതിലോട്ടാണ് കാരണം ഇതിൻ്റെ അകത്തൂടെ തന്നെ അതിനെപ്പറ്റി പറയാനൊരു അവസരം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഷേബയെ പറ്റി. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.